ഹായ്. ഇന്നത്തെ തലമുറകൾ വളരെ ബ്രില്യൻ്റ് ആയ കുട്ടികളാണ്. പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിലുള്ള ഒരു മാറ്റം നോക്കുമ്പോൾ പഴയ തലമുറയിലുള്ള കുട്ടികളെല്ലാം അന്ന് പഠിക്കാൻ മിടുക്കരായിരുന്നെങ്കിലും അന്ന് വീട്ടിലെ സാമ്പത്തിക സ്ഥിതി അവരെ ആ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കാത്തൊരു സാഹചര്യം അന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും എന്തെങ്കിലുമൊക്കെ തൊഴിൽ മേഖലകളിലേക്ക് ഇറങ്ങിയിട്ട് അവർക്ക് കൃത്യമായിട്ടും ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഒന്നും ചെയ്യാതെയായിരുന്നു അവരെല്ലാം മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ ഇന്നത്തെ പുതിയ തലമുറ നോക്കുമ്പോൾ എല്ലാവരും ഇന്ന് ഒരു പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ എടുത്ത് നല്ല ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികളായിട്ടാണ് ഇന്നുള്ളത്. അതിന് സമ്പന്നനെന്നോ ദരിദ്രനെന്നോ ഒന്നും വ്യത്യാസമില്ലാതെയാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇത്തരം മിഡിൽ ക്ലാസ് ഫാമിലികളിൽ നിന്നും ലോ ക്ലാസ് ഫാമിലികൾക്കും ഉണ്ടാവുന്നു. കാരണം ഒരു ഹൈ സൊസൈറ്റിയുടെ കുട്ടികൾ പഠിക്കുന്ന അതേ കോളേജിലും അതേ രീതിയിൽ തന്നെ വിദ്യാഭ്യാസം മറ്റുള്ളവർക്ക് കൂടി ആവശ്യമായി വരുന്ന സമയത്ത് അവര് ഫിനാൻഷ്യലി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അത്തരം കുട്ടികൾ അനുഭവിക്കേണ്ടി വരുന്നു. ആ സമയത്ത് അവരുടെ വീട്ടിലുള്ളവരും അതിനനുസരിച്ച് സ്ട്രഗിൾ അനുഭവിക്കേണ്ടി വരുന്നു. എന്നാൽ അല്പം ഒരു ചെറിയ ശതമാനം കുട്ടികൾ ചെറിയ പാർട്ട് ടൈം ഒക്കെ ചെയ്തുകൊണ്ട് ഇതിന്റെ ഒപ്പത്തിനൊപ്പം എത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് അവർ ചെറിയ ഓരോ പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്തിട്ടായിരിക്കും ഇത്തരം സമയങ്ങളിൽ വീട്ടുകാരിൽ നിന്ന് വാങ്ങാതിരിക്കാനും സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഇത്തരം ജോലികളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. ആ ജോലികളൊന്നും തന്നെ അവർക്ക് ഭാവിയിൽ വലിയ ഗുണങ്ങളൊന്നും ചെയ്യുന്നതായിരിക്കുമില്ല. അപ്പോഴത്തെ തൽക്കാലത്തെ കാര്യത്തിന് വേണ്ടി മാത്രമായിരിക്കും അവർ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് മറ്റൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാതെ തന്നെ അവരുടെ സ്വന്തം നോളേജ് ഉപയോഗിച്ചിട്ട് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ നോളേജ് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. അവരുടെ ആ ഒരു അറിവ് കൃത്യമായിട്ടും അവര് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു ഫ്യൂച്ചർ ഇൻഡസ്ട്രിയിൽ അവർക്ക് നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അവരുടെ വിദ്യാഭ്യാസം കൂടെ കൊണ്ടുപോവാം. അവർക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ അവരുടെ വിദ്യാഭ്യാസം അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ കഴിയുമ്പോഴേക്കും അവർക്ക് ഈ ഒരു ഫ്യൂച്ചർ ഇൻഡസ്ട്രിയിൽ അവർ നല്ലൊരു രീതിയിലുള്ള ഒരു ബിസിനസ്സുകാരനായിട്ട് ഒരു ഗ്രോത്തിലേക്ക് അവർ വന്നിട്ടുണ്ടാവും. പിന്നീട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവർ പഠിച്ച മേഖലയിലേക്ക് വേണമെങ്കിൽ അങ്ങനെ പോവാം, അല്ലെങ്കിൽ അവർക്ക് ബിസിനസ് ആയിട്ട് ഇങ്ങനെ പോവാം. ഇനി പഠിച്ച മേഖലയിലൂടെ പോവുകയാണെങ്കിൽ ഈ ബിസിനസ്സിനെ അവർക്ക് അന്നും അവരുടെ ഒരു പാർട്ട് ടൈം ആയിട്ട് അല്ലെങ്കിൽ അവർക്ക് ഒരു എക്സ്ട്രാ ഇൻകം ആയിട്ട് അന്നും ഇതിനെ കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇങ്ങനെ ഫ്യൂച്ചറിൽ നമുക്ക് ഉപകരിക്കുന്നത് പോലുള്ള ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള കുട്ടികൾ, താല്പര്യമുള്ള രക്ഷിതാക്കൾ, ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോക്ക് മുകളിൽ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. ഈ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം കുട്ടികൾക്ക് നല്ലൊരു ഭാവിയോട് കൂടിയിട്ട് ഇന്നത്തെ അവരുടെ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്യാനും മറ്റൊരാളുടെ സഹായം ഇല്ലാതെ എക്സലന്റ് ആയിട്ട് അവർ വിചാരിച്ച രീതിയിലേക്ക് അവർക്ക് മുന്നേറി പോവാനും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയ ആളുകൾ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോളൂ. കൂടുതൽ കാര്യങ്ങൾ നേരിൽ സംസാരിക്കാം. ഓൾ ദി ബെസ്റ്റ്.